ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം നൽകി തന്ന നല്ല അവസരങ്ങൾക്ക് കർത്താവിന് എല്ലാ നന്ദിയും അർപ്പിക്കുന്നു. ഓരോ നിമിഷവും കർത്താവ് നമ്മെ പരിപാലിക്കുകയാണ്. കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിലാണ് നാം ആയിരിക്കുന്നത്. നമ്മെ അന്ത്യം വരെയും സൂക്ഷിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്, വഴിയിൽ ഉപേക്ഷിക്കാത്ത നല്ല ദൈവത്തെ നമുക്കൊരുമിച്ച് പാടി ആരാധിക്കുവാനും സ്തുതിക്കുവാനും കഴിയുമോ ഒരു നിമിഷം എല്ലാ കണ്ണുകളെയും അടച്ച അതരങ്ങൾ ചലിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങിയാട്ടെ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. രാജാതിരാജാവേ, കർത്താതി കർത്താവേ, സർവശക്തനേ സർവശക്തനേ. ഓ ജീസസ് 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 ജീസസ്. കുടുംബമായ തിരുസന്നിധിയിലേക്ക് നമ്മെ ഏൽപ്പിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാണ്ട് എല്ലാ അതരങ്ങളെയും ചലിപ്പിച്ച് എല്ലാ ശബ്ദവും ഉയർത്തി കർത്താവിനെ ബോധപ്പെടുത്തുമ്പോൾ അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ, ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ, ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. നല്ല സ്നേഹിതനായി യേശു എൻ കൂടെ ഉള്ളതാ, എന്തൊരാനന്ദമേ നാഥ, ജീവിത സൗഭാഗ്യമേ. ഈ പകലിൽ ആ കർത്താവിനെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ, കർത്താവെ, നല്ല സ്നേഹിതനായി ആത്മമിത്രമായി അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് ഈ പകലിലും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാണ്. അങ്ങയെപ്പോലെ ഞങ്ങളെ സ്നേഹിക്കുവാൻ ഈ ഭൂമിയിൽ മറ്റാരുമില്ല, ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല. ആ സ്നേഹത്തിൻ്റെ മാധുര്യം അതനുഭവിക്കുന്നതോറും വർദ്ധിക്കുകയല്ലാതെ ഒരിക്കൽ പോലും കുറഞ്ഞതായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. ഇന്നും ആ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ആ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. തകർന്നു പോകുവാൻ അനുവദിക്കാതെ ഇന്നുവരെയും സൂക്ഷിച്ച് ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ വാഴ്ത്തുന്നു. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ, ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ, ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. നല്ല സ്നേഹിതനായ യേശു എൻ കൂടെ ഉള്ളതാ, നാഥ, ജീവിത സൗഭാഗ്യമേ. പാടിടും ഞാൻ, ഘോഷിക്കും നിൻ സ്നേഹം എത്ര ഉന്നതം. പാടിടും
ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര പാടിയിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം പാടിയിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം അത്യുന്നതൻ മഹോന്നതൻ യേശുവേ നീയേ മാനവും മഹത്വവും നിനക്കു മാത്രമേ. പാടുമോ ചേർന്ന്? അത്യുന്നതൻ മഹോന്നതൻ യേശുവേ നീയേ മാനവും മഹത്വവും നിനക്കു മാത്രമേ. പാടാമോ ചേർന്നേ? മാറാത്ത മിത്രമേശു എന്റെ ദേവാദിദേവനേശു നിത്യനാം ദൈവമേശു എന്റെ രാജാധിരാജനേശു. ചേർന്ന് പാടുമോ? പാടിടും പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണ്ണമാ നിനക്കായി ശോഭിപ്പാൻ. ഓ അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണ്ണമാ നിനക്കായി ശോഭിപ്പാൻ. ഒരിക്കൽ കൂടെ പാടുമോ വരികൾ? അവേ അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ. അപ്പാ ഓ തരുന്നു ഞാൻ സമ്പൂർണ്ണമാ നിനക്കായി ശോഭിപ്പാൻ. ഓ പകരും ശക്തിയെന്നു നാഥ നിനക്കായി പോയിടാൻ. വിശ്വസ്ത ദാസനായി എന്റെ തൃക്കൈയിൽ തരുന്നേരാ. പാടി
ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. നല്ല സ്നേഹിതനായി ഒരേശു എൻ കൂടെ ഉള്ളതാൽ അപ്പാ എന്തോരാനന്ദമേ നാഥ ജീവിത സൗഭാഗ്യമേ. ഒരിക്കൽ കൂടെ പറയും, ഒരിക്കൽ കൂടെ പറയും ആ വാക്കാമേ. നല്ല സ്നേഹിതനായി യേശു എൻ കൂടെ ഉള്ളതാൽ ഓ ദൂരാനന്ദമേ നാഥ ജീവിത സൗഭാഗ്യമേ. ചേർന്ന് പാടുവാൻ കഴിയുമോ? കർത്താവിനെ നോക്കി പാടിയിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിയിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിയിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര ഉന്നതം. പാടിയിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിയിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിയിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. ഈ പകലിലും ആ കർത്താവിനെ ഉയർത്തുവാൻ കൊതിയുള്ളവരൊക്കെ അതിനെ ചൊല്ലിപ്പറ്റി കർത്താവിനെ നോക്കി പറ, കർത്താവേ അങ്ങേ പോലെ സ്നേഹിക്കുവാൻ, അങ്ങേ പോലെ ഞങ്ങൾക്ക് വേണ്ടി കരുതുവാൻ, അങ്ങേ പോലെ ഞങ്ങളുടെ കൂടെ നടക്കുവാൻ ഈ ഭൂമിയിൽ മറ്റാരുമില്ലമ്മ. ഞങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങളുടെ കൂടെയുള്ള ദൈവമേ, ഓ ഈ പകലിൽ ഞങ്ങളങ്ങേ ഉയർത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഒരിക്കൽ കൂടെ പറയുമ്പോ വാക്കുകൾ ചേർന്ന് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഓ അപ്പാ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. ഇരു കരങ്ങളെ ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി വിളിക്കുമ്പോൾ കർത്താവിനെ യേശു എന്റെ സ്നേഹിതൻ. ആമേൻ. യേശു എന്റെ പ്രാണപ്രിയൻ. യേശു എന്റെ സ്നേഹിതൻ. രാജാതി രാജാവേ യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. പറയുമോ വാക്ക് ചേർന്ന് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. അവനെ ഒന്ന് മുറുകെ പിടിച്ച കർത്താവിനെ, ഓ സുഖമുള്ള കാലത്ത്
കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. കർത്താവേ, അപ്പാ, അമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു ദൈവമേ. നിന്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നപ്പാ, അങ്ങേ വിട്ടു പിരിയാതെ, അങ്ങേ വിട്ടു പിരിയാതെ. പാടുമോ ഇങ്ങനെ? എന്റെ ഭാരം ചുമന്നവൻ എന്നെ നന്നായി അറിയുന്നവൻ, എന്റെ ഭാരം ചുമക്കുന്നവൻ, യേശു എന്നെ നന്നായി അറിയുന്നവൻ, യേശു. പറയുമ്പോ ഇങ്ങനെ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഒരിക്കൽ കൂടെ ചേർന്ന് പാടുമോ? സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു. എല്ലാ നാവുകളും ഒന്ന് ചലിപ്പിച്ച്, എല്ലാ നാവുകളും ഒന്ന് ചലിപ്പിച്ച് ആ വരികൾ ഒരുമിച്ചൊന്ന് പാടി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി, യേശു മാത്രം. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു, അവനല്ലാതെ മറ്റാരും എനിക്ക് ആശ്രയമില്ലെന്ന് ഉറക്കെ പറഞ്ഞ് ആമേ. യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ, യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ, എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. അപ്പാ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ, കർത്തൃസന്നിധിയിൽ നാം നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ, ജീവിതത്തിന്റെ ഉയർച്ചകളോ താഴ്ചകളോ ഏത് സാഹചര്യമാണെങ്കിലും എന്നെ കൈവിടാതെ എന്നോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാൻ
കഴിയുമെങ്കിൽ ഈ പകലിൽ വിജയം നമുക്കുറപ്പാണ്. നാം ഒരിടത്തും തകർന്ന് തരിപ്പണമായി മാറിപ്പോവുകയില്ല. പകരം അവൻ നമ്മെ ഓരോ നിമിഷവും പണിതെടുക്കുന്ന, നമ്മെ ഓരോ നിമിഷവും തൻ്റെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ഒരു കർത്താതി കർത്താവാണ്. നോക്കി, ഇസ്രായേലിന്റെ മധുരഗായകനെന്ന് പേർ വിളിക്കുന്നവൻ ആ നാട്ടിൽ അതുപോലെ മധുരമായി പാടുന്ന, അല്ലെങ്കിൽ അത്രയും മനോഹരമായി പാടുന്ന മറ്റൊരു പാട്ടുകാരനില്ല. തൻ്റെ പാട്ടൊന്ന് ചലിച്ചു തുടങ്ങിയാൽ, തൻ്റെ പാട്ടൊന്ന് ഉയർന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ദുരാത്മശക്തികൾ ഇളകി മാറും. ഏത് സാഹചര്യവും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന ഒരു അത്ഭുത ഗായകൻ. അവനെ കുറിച്ച് പറയുമ്പോൾ ആ നാടിന് ഭയങ്കര അഭിമാനമാണ്. കൊട്ടാരത്തിൽ വരെ അവൻ്റെ ശ്രുതിയുണ്ട്. പക്ഷെ വീട്ടിൽ ചെന്നാൽ മധുര ഗായകനെ കാണാൻ പറ്റില്ല. വീട്ടിൽ ചെന്ന മധുര ഗായകനെ കാണാൻ പറ്റില്ല. എന്താ കാരണം? വീട്ടിൽ തൻ്റെ പാട്ടിന് ഒരു അംഗീകാരവുമില്ല. വീട്ടിൽ താൻ പാടുമ്പോൾ തൻ്റെ പാട്ട് കേട്ട് 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 തൻ്റെ പിതാവ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ പാട്ട് കൊള്ളാം, വളരെ മനോഹരമായിരിക്കുന്നു, പക്ഷേ എനിക്ക് നിന്നെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീട്ടിൽ കുറച്ച് ആടുകളുണ്ട്. നീ ഈ ആടുകളെയും കൂട്ടിക്കൊണ്ടെന്ന് കാട് വരെ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് വലിയൊരു കൂട്ടം ഓഡിയൻസിനെ അവിടെ കിട്ടുമെന്ന് പറഞ്ഞ് തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. താൻ അവിടെ വലിയൊരു ഓഡിയൻസിനെ പ്രതീക്ഷിച്ച് ചെല്ലുന്ന ഈ പാട്ടുകാരൻ കാട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ തൻ്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആട്ടിൻ പറ്റത്തെയല്ലാതെ മറ്റൊന്നിനെയും ദാവീദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ മധുരഗായകന് അവിടെ കാണുവാൻ കഴിഞ്ഞില്ല. താൻ അവിടെ നിൽക്കുമ്പോൾ തൻ്റെ പാട്ട് താൻ തൻ്റെ ഓഡിയൻസിന് മുമ്പിൽ പാടി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരൊറ്റ എക്സ്പ്രഷൻ മാത്രമേ തൻ്റെ മുമ്പിൽ താൻ കേട്ടുള്ളൂ. കേട്ടത് മറ്റൊന്നുമല്ല, ആ ആടുകളുടെ കരച്ചിലുകൾ മാത്രം. നോക്കിയേ, ഞാനൊരു പാട്ടുകാരനാണ്. ഇതിനകത്ത് ഇഷ്ടം പോലെ പാട്ടുകാരിരിപ്പുണ്ട്. പക്ഷേ ഒരു പാട്ടുകാരൻ്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാമോ? അത് കേട്ട് ചിലർ ആ പാട്ടുകാരനെ നോക്കി പറയുക, മോനെ നല്ല പാട്ടാട്ടോ, അല്ലെങ്കിൽ വളരെ മനോഹരമായ പാട്ടാണ് കേട്ടോ എന്നാരെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിറഞ്ഞ സദസ്സിന്റെ നടുവിൽ നിന്ന് പാടുന്ന ഒരു പാട്ടുകാരൻ, അവന്റെ ഹൃദയം എപ്പോഴും വളരെ സന്തോഷപൂർണമായിരിക്കും. എന്നാൽ ഈ പാവപ്പെട്ട മധുരഗായകന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ, തൻ്റെ പാട്ട് കേൾക്കാൻ ഒരൊറ്റ മനുഷ്യനില്ല. താൻ ആ കാടിന്റെ കൊടുങ്കാടിന്റെ നടുവിൽ നിൽക്കുമ്പോഴും തൻ്റെ അകത്തൊന്നും മാത്രമേ ഉള്ളൂ. താൻ ആരെക്കുറിച്ച് പാടുന്നു എന്നുള്ളൊരു ചിന്ത തന്നെ ഭരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ താഴേക്കുള്ള തൻ്റെ ഓഡിയൻസിലേക്കുള്ള തൻ്റെ ശ്രദ്ധ മാറിപ്പോയി. തൻ്റെ ശബ്ദം മുകളിലേക്ക് ഉയരുവാൻ തുടങ്ങി. ആ ശബ്ദം തന്നെ സൃഷ്ടിച്ചവന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ, എവിടെയാണ് ആ ശബ്ദം മുഴങ്ങിയത്? 24/7 ആരാധനയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തിലേക്ക് ഇതാ കയറി ചെല്ലുന്നു ഒരു നന്മയുടെ ഗീതം. എന്താണ് ആ ഗീതം? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. കൊടുങ്കാട്ടിൽ കിടന്നുകൊണ്ട് ഒരിടയ ചെറുക്കന്റെ പാട്ടിന് മറുപടിയായി എൻ്റെ കർത്താവ് വിളിച്ചു പറഞ്ഞു, അതെ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരുവാൻ നീ ഈ കാട്ടിക്കിടന്നാ പോരാ. മകനെ, എഴുന്നേൽക്ക്. നിനക്ക് ചില യാത്രകളുണ്ട്, നിനക്ക് ചിലയിടങ്ങളിലേക്ക് പോകുവാനുണ്ട്. എനിക്ക് നിന്നെ കുറിച്ച് ചില പദ്ധതികളുണ്ട്. ഈ പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്റെ പാട്ട് കേൾക്കുവാൻ ഈ ഭൂമിയിൽ ആരുമില്ലെങ്കിലും എന്റെ നന്മയെ കുറിച്ച് പറയുവാൻ, അല്ലെങ്കിൽ എന്റെ സന്തോഷം പങ്കുവെക്കുവാൻ ഇവിടെ ഇപ്പോൾ ആരുമില്ലെങ്കിലും, ലോകം മുഴുവൻ ഇതുപോലെ ചെറിയൊരു പെട്ടിക്കകത്ത് ഒതുങ്ങി നിൽക്കുമ്പോഴും എനിക്കുറപ്പാണ്, എന്റെ ശബ്ദം, എന്റെ പാട്ട്, എന്റെ ആരാധന തടസ്സങ്ങളില്ലാതെ എന്റെ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. ഈ പകലിലും വിശ്വാസത്തോടുകൂടെ ഉറപ്പോടെ വിളിച്ചു പറയുമോ, രാജാവേ, കർത്താവേ, വാക്ക് പറഞ്ഞാൽ മാറാത്തവനെ, അങ്ങാണ് ഞങ്ങളുടെ ദൈവം. ആ കരങ്ങളെ ഒന്ന് തട്ടി, ഇരു കരങ്ങളെ തട്ടി വായ്കൾ തുറന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി. പരിശുദ്ധരേ, ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നുവെങ്കിൽ ഈ പകലിൽ വിളിച്ചു പറയുമോ, കർത്താവേ, അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ, ആ മഹത്വം ഞങ്ങളുടെ മേൽ പകരണമേ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഒരിക്കൽ കൂടെ ചോദിച്ചേ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.
മഴ പോലെ പെയ്തിറങ്ങി വാ. ചോദിക്കുമോ? ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായി ഒഴുകി എന്നിൽ വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ വാ, ആത്മനദിയായി ഒഴുകി എന്നിൽ വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ. ഒരിക്കൽ കൂടെ ചോദിക്കുമ്പോൾ കർത്താവിനോട്, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ, കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ, കാത്തിരിക്കും നീത ഞാൻ യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. കാത്തിരിക്കും നീത ഞാൻ യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആമേൻ ആമേൻ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഓ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയെത്തിയേ, ഉൾപ്പടപ്പിൽ മോശമേൽ ഇറങ്ങിയെത്തിയേ, ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയെത്തിയേ, ഉൾപ്പടപ്പിൽ മോശമേൽ ഇറങ്ങിയെത്തിയേ. ദേഹരൂപത്തിൽ നിറഞ്ഞിറങ്ങി വാ, ഒരു പ്രാവുപോൽ പറന്നിറങ്ങി വാ. ദേഹരൂപത്തിൽ നിറഞ്ഞിറങ്ങി വാ, ഒരു പ്രാവുപോൽ പറന്നിറങ്ങി വാ. മഴ പോലെ, ഓ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, ജ്വാല പോൽ പോലെ വീശിയെന്നിൽ വാ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുക്കാറ്റ് പോലെ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. ചോദിക്കുമോ കർത്താവിനോട്? മഴ പോലെ, മഴ പോലെ, ഓ അബേ മഴ പോലെ.
rebalanandere, regare, rebalanandere, lampere, riarararare, ramporo, recalarandere, rebale, recarashara, rebala, antelanidare, lampere, udarabala, rebelete, manarashuralate. ആത്മാവിൽ ചോദിക്കുക, ആത്മാവിൽ ചോദിക്കുക, ആത്മാവിൽ ചോദിക്കുക. വചനം ഇങ്ങനെ പറയുന്നു, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഈ പകലിൽ കർത്തൃസന്നിധിയിൽ തന്റെ ആത്മാഭിഷേകത്തിന് ജ്വലനത്തിനായി ചോദിക്കുവാൻ, ഈ പ്രതികൂല കാലഘട്ടത്തെ അതിജീവിക്കേണ്ട ദൈവകൃപകളെ ചോദിക്കുവാൻ, ഈ പകലിൽ എത്ര പേർ വിശ്വാസത്തോടെ നിന്റെ സന്നിധിയോടാണ് ചെല്ലും. ഓ രാമമാബാലാന കമാനേ ഒരേടാ ബാലാ ഉയിരാ ബാബാ ഹർമാലാനാരിക്കേ ഒരേരം ദേരം ദീകം ദേരം ചുരം താരം ദേരി ഓരണവന കടകട ദീഗ ബാലാ ഹർമാ ബാബാരിക്കേ ദേരാ ദീഗാരുടാ ബാലാ ഹർമാരിക്കേ ആദികാരന്തം ദേരം ദേരം ചുരം താരം ദേരം ദേരം ഈനവനന്തം പിച്ചം താരം ദീഗയാരോ ദേരാ ബാലാ ഹൗറാ ബാബാ ഹർമേരേ ദേരേ റുഡവരന്തൽ ലക്കാരം ഈരാ ബാബാനം ചേ ആരു തേരി നരന്തൽ സാന്നിധ്യം, ഒരു പുതുബലം, ഒരു പുതുബലം അവൻ നമ്മുടെ മേൽ പകരുകയാണ്, അവൻ നമ്മുടെ മേൽ പകരുകയാണ്. ഓ നീരിൻ തടാകം മാനുകൾ തേടി അതിദാഹത്താൽ ചെല്ലും പോലെ, നീരിൻ തടാകം മാനുകൾ തേടി അതിദാഹത്താൽ ചെല്ലും പോലെ, എൻ്റെ പ്രിയരെ നിന്നിൽ ചേരാ, എൻ്റെ ഉള്ളം ദാഹിക്കുന്നു, എൻ്റെ പ്രിയനെ നിന്നിൽ ചേരാ, എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. ഒരു നാളിലെൻ്റെ പ്രിയനെ ഞാൻ നേരിൽ കണ്ടിടും, അവനരികിൽ ഓടി അൻപോടു ഞാൻ മാറിൽ ചാരി. ഒരു നാളിലെൻ്റെ പ്രിയനെ ഞാൻ നേരിൽ കണ്ടിടും, അവനരികിൽ
ഓടൂ ഞാൻ മാർവിൽ ചാരിടും. എന്റെ കണ്ണീരെ കണ്ണീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എന്റെ കണ്ണീരെ കണ്ണീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ എന്റെ പ്രാണനെ മരണത്തിൽ വിടുവിച്ചവനെ കണ്ടിടും. എന്റെ പ്രാണനെ മരണത്തിൽ വിടുവിച്ചവനെ കണ്ടിടും. ഒരു നാളിലെന്റെ പ്രിയനെ ഞാൻ നേരിൽ കണ്ടിടും. അവനരികിൽ ഓടി അൻപോടു ഞാൻ മാർവിൽ ചാരി. ഒരു നാളിലെന്റെ പ്രിയനെ ഞാൻ നേരിൽ കണ്ടിടും. അവനരികിൽ ഓടി അൻപോടു മാർവിൽ ചാരി. ഈ ഭൂമിയിലെ എല്ലാ ക്ലേശങ്ങളും മാറിപ്പോകും, എല്ലാ ഭാരങ്ങളും എല്ലാ നിന്ദകളും നീങ്ങിപ്പോകും. നാം അവന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ, ആ മാർവോട് നാം ചേർന്നിരിക്കുമ്പോൾ, എത്ര പേര് വിശ്വാസത്തോടെ പറയും, നിത്യത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ കാലം കഴിഞ്ഞു പോകും, ആകാശം മാറും, ഭൂമി നീങ്ങും, എങ്കിലും എന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളിൽ നിന്നും മാറിപ്പോവുകയില്ല. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഈ പകലിലും ആ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും നിങ്ങളെ തള്ളിക്കളയുകയില്ല. തന്റെ മാർവോട് ചേർക്കുവാൻ അവനിന്നും കൊതിയോടെ നമ്മുടെ അരികിലുണ്ട്. എത്ര പേര് അവരെ നോക്കി പറയും, അപ്പാ നിന്നെ വിട്ടു പിരിയുവാൻ കഴിയാതെ അങ്ങയോട് ചേർന്നിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം, അങ്ങയുടെ മാർവിൽ ചാരിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നീ ഞങ്ങളുടെ മേൽ പകരണമേ. കഴിയുമ്പോ കരങ്ങളെ മാറോട് ചേർന്ന് യേശുവിനെ നോക്കി പറയുന്നവേ, അങ്ങ് നല്ലവനാണ്, അങ്ങ് നല്ലവനാണ്, അങ്ങ് നല്ലവനാണ്. അങ്ങേ പോലൊരു ദൈവമില്ല, അങ്ങേ പോലൊരു ദൈവമില്ല. സഭയെ, നിങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഇറക്കി വെക്കുമോ? നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് ആ മുഖത്തേക്ക് ഒന്ന് നോക്കുമോ? തന്റെ എല്ലാ ഭാരത്തെയും അർപ്പിക്കുക എന്ന് നമ്മോട് വാഗ്ദത്തം ചെയ്ത, നമ്മെ നോക്കി പറഞ്ഞ കർത്താവിന് ഒന്നും അസാധ്യമല്ല. ആ തിരുസന്നിധിയിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കുക. മാനുകൾ തേടി അതിദാഹത്താൽ ചെല്ലും പോലെ അവരികൾ ഒരിക്കൽ കൂടെ പാടുമോ? തിരിത്തടാകം മാനുകൾ തേടി അതിദാഹത്താൽ ചെല്ലും പോലെ എന്റെ പ്രിയനെ നിന്നിൽ ചേരാ. എന്റെ ഉള്ളം ദാഹിക്കും, എന്റെ പ്രിയനെ നിന്നിൽ ചേരാ. എന്റെ ഉള്ളം അവനാവനാവനാവനാവേ. യേശുവല്ലവൻ സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല.